അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മാജിക് ഹബ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ റാപ്പാണ്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ ബട്ടർ ഇട്ടിട്ട് അത് മെൽറ്റ് ആക്കുന്നുണ്ട്. ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഗാർലിക് ഇട്ട് അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തത്. സവാളയൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ഇടുന്നുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചിക്കനിലേക്ക് കാശ്മീർ റെഡ് ചില്ലി പൗഡർ, സാൾട്ട്, ടർമറിക്, വിനീഗർ, ഗരം മസാല, പെപ്പർ പൗഡർ ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്തത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് നമ്മളെ ചിക്കന് കുക്കായോ നോക്കാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്യാനിടാം. അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ റാപ്പ് പുറത്തുനിന്ന് വാങ്ങിയതാണ്. ഇവിടെ ഒരു സലാഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ക്യാബേജ്, കാരറ്റ്, മയോണൈസ്, കുക്കുംബർ. ഇനി ഇങ്ങനെ ഫില്ലിനെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ റാപ്പിൻ്റെ മുകളിൽ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ്റെ മസാലയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ സലാഡും ഇട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് ഭാഗം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു.